ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ രാധികയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ജയദേവന്റെ അച്ഛൻ ഫോണ് പോലീസുകാരന് കൊടുക്കുകയാണ്. അപ്പോ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളും ഇയാളും ഇവരും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണോ ഇവർ കേസ് കൊടുക്കാൻ വന്നത്? അപ്പൊ രാധിക ആദ്യം സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരുടെ റിലേഷൻ ഒന്നും അല്ല, പക്ഷേ മരണപ്പെട്ട ജയദേവനെ എനിക്കറിയാം, ഞാൻ 4-5 തവണ അവനെ കണ്ടിട്ടുണ്ട് എന്ന് കരുതി കേസെടുക്കാനൊന്നും പറ്റില്ല മാഡം. അയാൾ തിരിച്ച് രാധികയോട് പറയാണ്, അങ്ങനെയല്ല സർ, ഇതിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ മരണപ്പെട്ട ജയദേവൻ ഞങ്ങളുടെ വീട്ടിലുള്ള സൗവർണികയെ തേടിയിട്ട് 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സർ. അവര് രണ്ടുപേരും പലയിടത്തു വെച്ചും ചുറ്റിക്കറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സർ. അപ്പൊ അവള് പറയുന്നതിൽ ചെറുതായിട്ടൊക്കെ കാര്യമുണ്ടെന്ന് ഇൻസ്പെക്ടർക്ക് തോന്നുവാണ്. അതുകൊണ്ട് തന്നെ അവള് പറയുന്നതിനൊക്കെ അയാൾ ചെവി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ കുടുംബത്തോടൊപ്പം എല്ലാവരും വയനാട്ടിലേക്ക് പോയപ്പോ ഇവനും സൗവർണികയെ തേടിക്കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സൗവർണികയും ഇന്ദു എന്ന ഓട്ടോക്കാരിയും ചേർന്നിട്ട് അവനെ എന്തോ ചെയ്തത്. ശരി, അവര് രണ്ടുപേരും കൊല ചെയ്യുന്നതായിട്ട് നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നീ ഇത്ര ഉറപ്പോടു കൂടി അത് പറയാൻ വേണ്ടിയിട്ട്? അതില്ല. പിന്നെ അവര് രണ്ടുപേരും വയനാട്ടിൽ വെച്ചിട്ട് അവനെ കൊന്നുന്നതായിട്ട് നിനക്ക് സ്വപ്നം കിട്ടിയതാണോ? കൊല ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല സർ. പക്ഷേ ആ ജയദേവൻ വയനാട്ടിൽ വന്നതിനും ഇന്ദുവും സൗവർണികയും ചേർന്നിട്ട് അവനുമായിട്ട് സംസാരിക്കുന്നതിനും അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനൊക്കെയുള്ള വീഡിയോ തെളിവ് തന്നെയുണ്ട്. അത് കേട്ടതും പോലീസുകാരൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ത് വീഡിയോ എവിഡൻസോ? ആ വീഡിയോ എവിഡൻസ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല സർ. അന്ന് ഇവര് രണ്ടുപേരും കാട്ടിനകത്ത് വെച്ചിട്ട് അവിടുന്ന് എന്തോ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഡ്രാമ കളിച്ചിട്ടാണ് ഇവനെ കാണാൻ പോയത്. അപ്പോ അവിടെ വെച്ചിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് CCTV ഫുട്ടേജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലാണ് ഞാൻ ജയദേവനെ കണ്ടത്. അന്ന് അവിടെ വെച്ച് ഇന്ദുവിനെയും നീലനെയും കാണാതായപ്പോ അവര് പോയതിന്റെ ഫോറൻസിക്കുകാര് വീഡിയോസ് ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ജയദേവനുമായിട്ട് ഇവർ തമ്മിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ രാധിക ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ രാധിക സംശയത്തോടു കൂടിയാണ് പോലീസിനോട് പറയുന്നത്, അന്ന് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇവനും അപകടം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് സാർ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേരും തന്നെ ആയിരിക്കില്ലേ സാർ അവനെ കൊന്നിട്ടുണ്ടാവുക? വെയിറ്റ്, ഞാനിതൊന്ന് കൺഫേം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്യാണ്. എന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്തിട്ട് ആ CCTV ഫുട്ടേജ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. അവരപ്പം തന്നെ അയാൾക്ക് ആ ഫുട്ടേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയതിനു ശേഷം അയാൾക്കും ആ ഒരു കാര്യം കൺഫേം ആയി. അപ്പൊ അയാൾ ഫോൺ എടുത്തിട്ട് രാധികയോട് പറയാണ്, ഇത് മതി മാഡം, ഇത് മതി, ഈ ഒരു തെളിവ് മാത്രം മതി അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോ രാധികയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുവാണ്. ഇന്ദുവിനെ പൂട്ടാനുള്ള വലിയൊരു തുറുപ്പ് ചീട്ടാണ് താൻ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സർ. രാധിക ന്യായത്തിന്റെ കൂടെ എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ ഒരു പയ്യൻ മരിച്ചിട്ട് ആ പയ്യന് നീതി കിട്ടണം സർ. അത്രയും വലിയൊരു തെളിവ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അയാൾ രാധികയോട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇതിനുള്ള കംപ്ലൈന്റ് ഇപ്പൊ തന്നെ എടുക്കും. ഞങ്ങൾ FIR ഇട്ടിട്ട് കേസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അയാൾ കോള് കട്ട് ചെയ്തതിനു ശേഷം ജയദേവന്റെ അച്ഛന് ഫോൺ തിരിച്ചു നൽകുകയാണ്. ആ സമയത്ത് രാധിക സന്തോഷത്തോടെ ചിന്തിക്കുന്നുണ്ട്, നിനക്കുള്ള പണി ഞാൻ നല്ല പണിയാണ് തന്നിട്ടുള്ളത്. ഇനി ജീവിതകാലം മുഴുവൻ നിനക്ക് പുറത്തേക്ക് വരാനേ പറ്റില്ല. നീ ജയിലിൽ തന്നെ നിൽക്ക്. ഞാൻ എന്റെ നീലേട്ടനോടൊപ്പം സന്തോഷത്തോടെ ഇനി ജീവിതം തുടങ്ങട്ടെ. രാധിക സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ മുഴുവനായിട്ട് വാസന്തിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു ഇത്രയും നേരം കണ്ടത്. അതൊക്കെ കേട്ട് ശരിക്ക് പറഞ്ഞ അന്താളിച്ച് നിൽക്കുകയാണ് വാസന്തി. എന്നിട്ട് രാധിക അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ്. മാമിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മാമി വ്യക്തമായിട്ട് തെളിയിച്ചു തന്നതാണല്ലോ. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഇന്ദുവിനെയും രുക്മിണിയെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമല്ലോ. രാധിക എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ വാസന്തിക്ക് അവരുടെ അമ്പരപ്പും അത് മാത്രമല്ല രാധികയുടെ സ്വഭാവത്തിന്റെ ആ ഒരു മാറ്റവും കണ്ടിട്ട് അതിശയം തോന്നുവാണ്. എല്ലാറ്റിലും ഉപരി രാധിക എത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് അവരെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ടായിരുന്നു. വന്ന് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇപ്പോ അത്ര നല്ലതല്ല. നിങ്ങൾക്ക് അവരോടൊരു ചായ കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. രാധിക ഇങ്ങനെ മാമയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ദുവിനെയും സ്വീകരിച്ച് മരുമകളായിട്ട് തന്നെ പൊറപ്പിക്കും എന്ന് തോന്നിയപ്പോഴാണ് അവസാനം ഞാൻ തന്നെ ഇനി കളത്തിലിറങ്ങി കാര്യം സാധിക്കാമെന്ന് തീരുമാനിച്ചത്. അവർക്ക് അവരുടെ അന്താളിപ്പ് മാറാത്തത് കൊണ്ട് തന്നെ രാധികയോടൊന്നും പറയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇന്ദു പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. എന്തായാലും കൊലപാതകത്തിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അവൾ പുറത്തു വരുമ്പോഴേക്കും ഒരു 10-15 വർഷം കഴിയും. എന്റെ ആദ്യത്തെ ശത്രു അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തത് രുക്മിണി. വീട്ടിനകത്ത് തന്നെ കൊലയാളികളെയും കൊലപാതകം നടത്തുന്നവരെയൊക്കെ വെച്ചിട്ടാ ഉള്ളതെന്നും പറഞ്ഞിട്ട് നാണം കെടുത്തിയിട്ട് ഞാൻ അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും. അതല്ലെങ്കിൽ അവര് തന്നെ നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി നാണക്കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരും കാണാതെ എങ്ങോട്ടെങ്കിലും നാട് വിട്ടുപോകും.
അങ്ങനെയാവുമ്പോ എന്റെ രണ്ടാമത്തെ എതിരിയുടെ കാര്യത്തിലും തീരുമാനമായി. എന്റെ റൂട്ട് ക്ലിയർ ആയി. രാധിക സംസാരിക്കുന്നത് കേട്ടിട്ട് വാസന്തി വല്ലാത്ത അതിശയത്തോടെയാണ് നോക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവൾ ചിന്തിച്ചു പോകുന്നത് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ രാധികയുടെ ഉള്ളിൽ ശരിക്കും ഒരു ക്രിമിനൽ സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, ഇത്രയും കാലം ഒരു കൊലയാളിയാണല്ലോ താൻ വിശ്വസിച്ചതും സ്നേഹിച്ചതും എന്ന് കരുതിയിട്ട് നീലേട്ടന്റെ മനസ്സിൽ നിന്നും ഇന്ദുവിനെ ഞാൻ പറഞ്ഞയക്കും. അതിനുശേഷം പിന്നെ നീലേട്ടൻ എന്നെ തന്നെ വിവാഹം കഴിക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും ചെയ്യും. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇനി എന്റെ ജീവിതത്തിൽ നീലേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നീലേട്ടന്റെ കൂടെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനാണ് പോകുന്നത്. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? രാധിക പറയുന്നത് കേട്ടിട്ട് വാസന്തി ശരിക്കും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും രാധിക ശ്രദ്ധിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി അവളുടെ ലക്ഷ്യം നിറവേറ്റിയ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. അയ്യോ, എന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്, എന്തൊക്കെ വേദനയാണ് ഞാൻ അനുഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ട്രൈ ചെയ്തത് എന്നറിയാമോ? അവസാനം ഇതാണ് വർക്കൗട്ട് ആയത്. എടി ദുഷ്ടേ, നീ എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത്? അത് കേട്ടപ്പോ രാധിക സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചിട്ട് പറയാണ്, ഒരുപാടുണ്ട് മാമി, ഒരുപാടുണ്ട്. മാമിക്ക് ഒരു കാര്യം അറിയാമോ? അന്ന് ഇന്ദു ബാങ്കിൽ അടക്കാൻ വേണ്ടി വെച്ച പണം നഷ്ടപ്പെട്ടു പോയത് മാമി അറിഞ്ഞിട്ടില്ലേ? അതുപോലും എന്റെ ഐഡിയ ആണ്. അവൾ അഭിമാനത്തോടെ പറഞ്ഞ കാര്യം കേട്ടിട്ട് വാസന്തി ശരിക്കും വാ പൊത്തി നിന്നുപോയി. ഇത്രയേറെ ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്ന് കരുതിയിട്ട്. അപ്പൊ രാധിക വളരെ സന്തോഷത്തോട് പറയാണ്, അടിപൊളിയായിട്ട് ഞാൻ ഒരാളെ സെറ്റാക്കിയിട്ട് വിചാരിച്ചതുപോലെ ഇന്ദുവിന്റെ ബാങ്കിലുണ്ടായിരുന്ന പണം ഞാൻ മോഷ്ടിച്ചെടുത്തു. EMI അടക്കാൻ പണമില്ലാതെ ബാങ്കുകാർ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നും അതിനുശേഷം മാമി അവളെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ മാമി എന്താ ചെയ്തത്? മാമിയുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തോണ്ട് വന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് ഇന്നാ EMI അടച്ചോ എന്ന് പറഞ്ഞു. രാധിക വല്ലാത്ത നിരാശയോടുകൂടി പറയാണ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അവൾക്ക് വേദനിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി. മാമിയെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി ഒന്നും നടക്കില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് കൃത്യമായ അവസരങ്ങൾ കിട്ടിയപ്പോ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. അത് കേട്ടപ്പോ വാസന്തി ദേഷ്യത്തോടെ വിളിക്കാണ്, എടി ദുഷ്ടേ, എത്രയൊക്കെ ദുഷ്ടത്തിലാണ് നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. നീ ഒരു വിഷാണടി. എല്ലാവരുടെയും സമാധാനം നശിപ്പിച്ചിട്ട് ഇനി ഒരു നിമിഷം പോലും നീ വീട്ടിൽ താമസിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. അത് കേട്ടപ്പോ രാധിക കൈകെട്ടിയിട്ട് പുച്ഛത്തോടെ അവരെ നോക്കുകയാണ്. നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. എന്ത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നോ? ഞാൻ എന്തിനു പോണം? മാമി, ഇനി അങ്ങോട്ട് ഇത് എന്റെ വീടാണ്. രാധിക വളരെ സന്തോഷത്തോടു കൂടിയാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. അത് കേട്ടിട്ട് വാസന്തി വീട്ടിലെ മൊത്തമായിട്ടൊന്ന് നോക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ താമസിക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ മകനിൽ നിന്നും വേർപെടുത്തി നിങ്ങളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞേക്കാൻ എനിക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് കേട്ടതും വാസന്തി ശരിക്കും ഞെട്ടിപ്പോയി. അവര് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ എന്താടി പറഞ്ഞത്? എന്നെയും എന്റെ മകനെയും നീ വേർപിരിക്കുന്നോ? ഇനി അതിന് നിനക്കുള്ള അവസരം ഞാൻ തന്നാലല്ലേ? സഹോദരന്റെ മകളല്ലേ എന്ന് കരുതിയിട്ട് നിന്നെ സ്നേഹത്തോടെ വളർത്തിയപ്പോ അതിന് നീ എനിക്ക് നല്ലൊരു പാടാണടി പഠിപ്പിച്ചു തന്നത്. പാവല്ലേ എന്ന് കരുതിയിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചപ്പോ നീയൊന്നും ഒരു കാലത്തും തിരുത്തി നന്നാവും എനിക്കിപ്പോ തോന്നുന്നില്ല. ഇനിയും നിനക്ക് ഈ വീട്ടില് താമസിക്കാൻ അവസരം തന്നു കഴിഞ്ഞാ അത് നല്ലതിനല്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാ നിന്നോട് പറഞ്ഞത്. മാമി, രാധിക അതിശയത്തോടെ വിളിക്കുകയാണ്, നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അവർ കൈ ചൂണ്ടുവാണ്. മാമി തന്നോട് അങ്ങനെ പെരുമാറുന്ന രാധിക ചിന്തിച്ചതേ ഇല്ല. തന്റെ സംസാരമൊക്കെ കേട്ട് അവർ പേടിച്ച് വരച്ച് നിൽക്കുകയാണെന്നാണ് അവൾ കരുതിയത്. പക്ഷെ വാസന്തി ആണെങ്കിൽ അവളുടെ കൈക്ക് കുത്തിപ്പിടിച്ചിട്ട് അവളെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീ ഒരു വിഷാണടി എന്ന് പറഞ്ഞിട്ട്, മാമി എന്നെ വിട്. എന്താ ചേച്ചി, എന്താ പറ്റിയത് എന്നും പറഞ്ഞിട്ട് പായസം അങ്ങോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നീലൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറ്റിയത്? നീല, ഇനി ഒരു നിമിഷം പോലും ഇവളീ വീട്ടിൽ താമസിക്കാൻ പാടില്ല. രാധികയെ ചൂണ്ടിക്കൊണ്ട് വാസന്തി ദേഷ്യത്തോടെ പറയാണ്, എത്രയും പെട്ടെന്ന് ഇവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. ആർക്കും ഒന്നും മനസ്സിലായില്ല. നീലനൊക്കെ ഇങ്ങനെ അതിശയത്തോടെ രാധികയെ നോക്കുകയാണ്. രാധികയെ ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പൊ രുക്മിണി വാസന്തിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? എന്തിനാ ഇത്ര പെട്ടെന്ന് ഇവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നത്? ഇതുവരെയും ഈ വീട്ടിൽ നടന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഇവളാണ്. കൂടെ നിന്നിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെ കുഴി പുതക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ ഉപ്പും ചോറും തിന്നിട്ട് ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാസന്തി വെറുപ്പോടുകൂടി രാധികയെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ രുക്മിണി ഉൾപ്പെടെ എല്ലാവരും അമ്പരന്നുകൊണ്ട് രാധികയെ നോക്കുവാണ്. എന്നിട്ടും ആർക്കും ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. അപ്പൊ വാസന്തി വ്യക്തമാക്കി കൊടുക്കുകയാണ്, അന്ന് ഇന്ദുവിന്റെ പണം മോഷ്ടിച്ചതാണെങ്കിലും ശരി, ഇന്ന് ഇന്ദുവിനെയും സൗവർണികയും പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതാണെങ്കിലും ശരി, എല്ലാത്തിനും ഇവളാണ് കാരണം. അത് കേട്ട് രുക്മിണിയും നീലനൊക്കെ ഞെട്ടിക്കൊണ്ട് രാധികയെ നോക്കുകയാണ്. വേണമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഇവള് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ. രുക്മിണി ഞെട്ടലോടുകൂടി രാധികയെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് പായസം ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത്? പിന്നെ ഇവളാണ് മനഃപൂർവ്വം പോലീസിൽ ഫോൺ ചെയ്തിട്ട്
ഇന്ദുവും സൗപർണികയും ചേർന്നിട്ടാണ് ഈ കൊല ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപ്പോ നീല ശരിക്കും ഷോക്കായി പോയി. രുക്മിണിയും രാജേശ്വരിയും ഒക്കെ വാ തുറന്നു നിന്നെടുത്തായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോ വാസന്തി ആണെങ്കിൽ രാധികയോടുള്ള വെറുപ്പ് കാരണം അവൾ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയാണ്. ഇവൾ ഇത്രത്തോളം പോകുമെന്ന് ചിന്തിക്കാതെ എന്റെ സഹോദരന്റെ മകളല്ലേ എന്ന് കരുതിയിട്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇവളുടെ ഉള്ളിൽ ഇത്രത്തോളം അഴുക്കുണ്ടെന്നും ഇവളുടെ മനസ്സിൽ ഇത്രയും ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്നും മനസ്സിലാക്കാതെ ഇവളുടെ വർത്താനം കേട്ടിട്ട് ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. രാധിക ഒന്നിനും തിരിച്ചു പറയാതെ വാസന്തിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് വാസന്തി വേഗം തന്നെ എല്ലാവർക്കും മുന്നിൽ കൈകൂപ്പി കരയുകയാണ്. അത് കേട്ടപ്പോ രുക്മിണിക്കൊക്കെ പാവം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നീലൻ ദേഷ്യത്തോടെ അവളോട് ചോദിക്കുകയാണ്, ഏയ് നിനക്കൊന്നും കുറച്ചുപോലും മനസാക്ഷി ഇല്ലേ രാധികെ? എന്തിനാ നീ ഇന്ദുവിന്റെ മേൽ ഇങ്ങനെ ചെയ്യാത്തൊരു തെറ്റ് ആരോപിച്ചു വരുത്തിയത്? നീയൊക്കെ ഒരു പെണ്ണാണോ? ഛീ! അപ്പോഴേക്കും രാധിക ദേഷ്യത്തോടെ നീലനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്കറിയാവുന്ന ഒരു സത്യം ഞാൻ പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ അവരുടെ പേര് തെറ്റില്ലെങ്കിൽ അത് തെളിയിച്ചിട്ട് അവർ പുറത്തേക്ക് വരേണ്ടതല്ലേ? നീല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവൾ നിന്നിട്ട് എത്രമാത്രം അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് നീ കണ്ടില്ലേ? ഇനിയും ഇവളോട് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്താക്കണം. വാസന്തി രാധികയെ നോക്കിക്കൊണ്ട് പറയാണ്, ഏയ് ഇറങ്ങിപ്പോടി, നിന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. മാമി എന്താ മാമി ഈ പറയുന്നത്? നിന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞെന്നും പറഞ്ഞിട്ട് രാധികയുടെ മുടിക്കുത്തിനെ പിടിച്ച് അവളെ റോഡിലേക്ക് വലിച്ചിടുക. വാസന്തി പായസം തടയാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചി വേണ്ട ചേച്ചി. രാധിക അവിടെ നിലത്ത് റോട്ടിൽ വീഴുകയാണ്. എന്നിട്ട് അവള് മാമിയെ നോക്കുന്ന സമയത്ത് മാമി പറയുന്നുണ്ട്, നിന്നോട് പോവാനാ പറഞ്ഞത്. ഇനി എന്റെ കൺമുന്നിൽ പോലും നിന്നെ കാണാൻ പാടില്ല. ഇനി ഈ വീടിന്റെ പരിസരത്ത് പോലും നിൽക്കരുത്. ഇറങ്ങി പോടി പോടി. പക്ഷെ രാധിക എല്ലാവരെയും നോക്കി ദയനീയമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് വീണ്ടും വാസന്തി അവളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാണ്. അവസാനം രാധിക അവിടുന്ന് പോയപ്പോ പായസം പറയുന്നുണ്ട്, ചേച്ചി രാധിക നീയും അവളുടെ ഒപ്പം പോകുന്നുണ്ടോ? എങ്കിൽ പോടാ. ഇല്ല ഇല്ല ചേച്ചി എന്നും പറഞ്ഞിട്ട് അയാൾ വേഗം അകത്തേക്ക് രക്ഷപ്പെടുകയാണ്. രാധിക ഇറങ്ങിപ്പോയതിനു ശേഷം നീലനും ശ്യാമും ചേർന്ന് സംസാരിക്കുകയാണ്. സോറി ശ്യാം, ഇതിനെല്ലാറ്റിനും കാരണം രാധികയാണ്. അവള് കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. അവള് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. അതൊക്കെ വിടുന്നില്ല. അവളെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ അറിയാവുന്നതായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇന്ദുവിനെയും സൗപർണികയും പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ശ്യാം, ആ ജയദേവൻ മരിച്ചതിൽ എന്തോ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോ ഇന്ദുവിനെയും സൗപർണികയാണ് പോലീസുകാർ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ശ്യാമ് പറയുന്നുണ്ട്, പക്ഷെ പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഇവര് രണ്ടുപേരും ജയദേവന്റെ ഒപ്പം ഉണ്ടായിരുന്നതിന്റെ എവിഡൻസ് ഉണ്ട് എന്നാണല്ലോ അവര് പറയുന്നത്. അതിനെന്താ ചെയ്യുക? എനിക്ക് അറിയാവുന്നതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ ജയദേവന്റെ അച്ഛനെയും അമ്മയും പോയി കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്തൊക്കെയാ നീല ഈ പറയുന്നത്? അതെ, അവരാണല്ലോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. അവരല്ലേ കംപ്ലൈന്റ് കൊടുത്തത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കേസ് പിൻവലിക്കുമല്ലോ. എന്തൊക്കെയാ നീല നീ പറയുന്നത്? അത് വലിയ കാര്യമൊന്നുമല്ല ശ്യാം. അവിടെ കംപ്ലൈന്റിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവില്ലേ? കോൺസ്റ്റബിളിനോട് ചോദിച്ചിട്ട് അവരുടെ അഡ്രസ്സ് വാങ്ങിക്കാം. അല്ലെങ്കിലും എനിക്ക് ആ ഏരിയ നന്നായിട്ട് അറിയാം. എന്തായാലും ആ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ശരി വാ, എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് ശ്യാമും നീലനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതേസമയം സ്റ്റേഷനിൽ അവിടെ ലോക്കപ്പിന്റെ നിലത്തിരുന്ന് സംസാരിക്കുകയാണ് സൗപർണിക ഇന്ദു. ഏട്ടത്തി, നമ്മൾ അടിച്ചപ്പോ അവൻ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ അവിടുന്ന് ജീവനും കൊണ്ടൊക്കെ പോയതല്ലേ. പിന്നീട് അവൻ എങ്ങനെയാ മരിച്ചിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ നമ്മളല്ലാതെ മറ്റാരോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരായിരിക്കും ഏട്ടത്തി ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കും അറിയില്ല സൗപർണിക. നമ്മൾ എന്തായാലും സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ മനസാക്ഷിക്കറിയാം. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോഴേക്കും ലോക്കപ്പ് തുറക്കുകയാണ്. ഒരു ലേഡി കോൺസ്റ്റബിൾ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ കോഫി ഉണ്ടായിരുന്നു. അവരോട് രണ്ടുപേരോട് അത് എടുക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അടിച്ചിട്ട് പേടിയോടെ നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, എടുത്തോ, ഇത് എടുത്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പേടിക്കോ മടിക്കോ ഒന്നും വേണ്ട. പോലീസ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. തെറ്റ് ചെയ്തവരോട് മാത്രമേ ഞങ്ങൾ മോശമായിട്ട് പെരുമാറാറുള്ളൂ. രാവിലെ മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പല്ലേ. അതുകൊണ്ടാണ് മനസ്സ് കേൾക്കാതെ ഞാൻ ചായയും കൊണ്ട് വന്നത്. ശരി, ഒരു കാര്യം ചെയ്യ്, പുറത്തിറങ്ങിയിട്ട് കുറച്ച് വായു വെളിച്ചത്തിൽ കുടിച്ചോ. ആ ലേഡി കോൺസ്റ്റബിൾ അവരോട് നന്നായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വിളിച്ച പ്രകാരം രണ്ടുപേരും പുറത്തിറങ്ങി വന്നിട്ട് അവിടെ ബെഞ്ചിലിരിക്കുകയാണ്. പിന്നീട് ചായ കൊടുക്കുന്ന സമയത്ത് അവർ പേടിച്ചിട്ട് പിന്നെയും പരസ്പരം നോക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഭയപ്പെടുകയൊന്നും വേണ്ട, ഇതെടുത്തോ. നിങ്ങൾ രണ്ടുപേരും അല്ല ഈ കൊല ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ടപ്പോ ഇന്ദുവിന് സൗപർണിക്കൊക്കെ അതിശയായി.
സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അവനൊരു തെറ്റ് ചെയ്തപ്പോ ആ അമ്മ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഒരമ്മ തന്റെ മകനെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ളത് എന്നെ കൊണ്ട് ഇതുവരെ ഇത്രയും നേരമായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല മോളെ. ഇന്നാ ചായ എടുത്തോ. അവർ രണ്ടുപേരും ചായ എടുത്ത സമയത്ത് അവർ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ കോടതി വേണം തീരുമാനം എടുക്കാൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനിയും ഞായറും കോടതി ലീവാണ്. തിങ്കളാഴ്ച നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് സാറ് പറഞ്ഞത് കേട്ടത്. പക്ഷേ ഈ 2 ദിവസം കോടതി ലീവായത് കാരണം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കേസ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ 14 ദിവസം റിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം ജാമ്യം കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ കേസിന്റെ സീരിയസ്നെസ് സിന്ധുവിനോടും സൗവർണികയോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ 2 ദിവസം കോടതി ലീവുള്ള സമയം നോക്കിയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങളല്ല ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് എങ്ങനെയെങ്കിലും ശ്രമിച്ചിട്ട് തെളിയിക്കാനൊന്നും നിങ്ങൾ പറ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം കഷ്ടമായിരിക്കും. എങ്ങനെയെങ്കിലും അങ്ങനെ അവരോടൊന്ന് ശ്രമിക്കാൻ വേണ്ടി പറ. എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. ശരി, അത് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. ആ സമയത്ത് നീലനും ശ്യാമും കൂടിയിട്ട് ജയദേവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ കണ്ടിട്ട് തന്നെയാണ് അവരും വീട് കണ്ടുപിടിച്ചത്. അപ്പോ അവിടെ എത്തി നോക്കുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ സമയത്ത് നമ്മൾ പോയി സംസാരിച്ചാൽ ശരിയാവോ എന്നൊക്കെ നീലൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്യാമു പറയാണ്, നമുക്കിതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല, വാ പോയി സംസാരിച്ച് നോക്കാം. അങ്ങനെ രണ്ടുപേരും ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി പോവാണ്. അവരെ രണ്ടുപേരെയും കണ്ടപ്പോ അവന്റെ അച്ഛനോട് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ജയദേവന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് തോന്നുന്നത്. എടാ, ഇത് ജയദേവന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് അവന്റെ മരണം അറിഞ്ഞിട്ട് അവര് വന്നത്. അപ്പോഴേക്കും അവന്റെ അച്ഛൻ എഴുന്നേറ്റ് വന്ന് അവരോട് സംസാരിക്കാൻ പാകത്തിൽ വരികയാണ്. അപ്പൊ അവന്റെ അച്ഛൻ പോയിട്ട് അവരോട് രണ്ടുപേരോടായിട്ട് പറയാണ്, മോനെ, ജയദേവന്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് ഇതുവരെയുള്ളവരൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഞാൻ അവന്റെ ഒപ്പം കണ്ടിട്ടേ ഇല്ലല്ലോ. അവര് രണ്ടുപേരും മടിച്ചിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. നിങ്ങള് ജയദേവന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സോ മറ്റാണോ? അല്ല, അങ്ങനെയല്ല അച്ഛാ. നീലൻ പറഞ്ഞ് മടിച്ചിട്ട് പേടിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പൊ ശ്യാമ് പറയുന്നുണ്ട്, ഈ സമയത്ത് വന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗവും വഴിയോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ജയദേവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേർക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? സൗവർണിക, ഇന്ദു എന്ന് പേരുള്ള രണ്ടുപേരുടെ. ആ എനിക്ക് മനസ്സിലായി മോനെ, പെൺകുട്ടികളാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ട് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അവർ കൊന്നത് എന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് അവരെ അറിയുമോ? അപ്പൊ നീലൻ തലയാട്ടാണ്. എടാ മക്കളെ, നിങ്ങൾക്ക് ആദ്യം ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മോനെ ഞാൻ രക്ഷിക്കുമായിരുന്നില്ലേ? അയാൾ കണ്ണീരോടെ പറയാണ്, എന്റെ മോന് ഒരു കള്ളത്തരവും അറിയില്ല. നോക്ക്, അങ്ങനെയുള്ള എന്റെ മോന് ഇങ്ങനെ ഒരു ഗതികേട് വന്നിരിക്കുന്നത്. മക്കളും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കണം. എന്നിട്ട് അവർക്ക് തൂക്കുകയറെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിലും എന്റെ മോന് നീതി കിട്ടണം. അവരുടെ രണ്ടുപേരുടെയും കൈപിടിച്ച് വലിച്ചപ്പോ നീലൻ അയാളെ പിടിച്ചു നിർത്തുകയാണ്. സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക്. ഇദ്ദേഹം ആ സൗവർണികയുടെ ഭർത്താവാണ്. ഇന്ദു എന്റെ ഭാര്യയാണ്. നീലൻ പറഞ്ഞത് കേട്ടിട്ട് അയാൾ അതിശയത്തോടെയും ദേഷ്യത്തോടെയും രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.